ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഗുഡ് ആഫ്റ്റർനൂണൊക്കെ ആയി ഗൈസ്. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഹൽദിക്കും മെഹന്തിക്കും ഒക്കെ പോയ ആ ഒരു ഫംഗ്ഷനില്ലേ, കല്യാണം, അതിന്നാണേ. അതിന് വേണ്ടിയിട്ട് ഇത് റെഡിയായി പതിവ് പോലെ ഉച്ചയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോകാൻ ഇറങ്ങിയാലും നമ്മൾ കുറച്ച് ലേറ്റാണ് എന്നുള്ളതാണ് സത്യം കേട്ടോ. ഒരുങ്ങി ഇറങ്ങിയോ ഒക്കെ വരുമ്പോഴത്തേക്കും താമസിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ല കേട്ടോ, ഞാനും പിള്ളേരും ഒക്കെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് താമസിക്കുന്നതാണ്. അപ്പം നമ്മളിത് ഈ കല്ലമ്പലം എത്തിയിട്ടുണ്ട്. കല്ലമ്പലം വല്ലാണ്ട് മാറിപ്പോയി ഗൈസ്. പെട്ടെന്നൊക്കെ നമ്മൾ ബസ്സിലൊക്കെ വന്നിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കല്ലമ്പലം അറിയാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതായത് പണ്ട് നമ്മൾ വായി നോക്കി പഠിക്കാൻ പോണ സമയത്ത് നടന്ന സ്ഥലങ്ങളും കടകളും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടായി കേട്ടോ. കല്യാണ ഹോളിൽ പോലെ എത്തിക്കാണും ഗൈസ്. നമ്മളിവിടെ വഴി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. ഇവിടെ പണി നടക്കുന്നുണ്ട് റോഡിൻ്റെ. നമ്മളിപ്പോൾ കൊട്ടിയെത്താറായി കേട്ടോ. കൊട്ടിയത്താണ് റോഡിൻ്റെ തന്നെ ഈ റോഡ്. ഇങ്ങനെ ബ്ലോക്ക് വെച്ചേക്കണ സാധനം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവഴി പോകുമ്പോൾ ചെറിയ പേടി ഇല്ലാതില്ല. അല്ല എന്നമ്മ ടയേർഡാണോ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഗായ്സ്. കല്യാണത്തിന് പോകുന്ന പ്രമാണിച്ച് ഞാനൊന്നും കഴിക്കുന്നില്ല. നല്ല രാത്രി ഒന്നും കഴിച്ചില്ല. ആര് പറഞ്ഞു? ഓ അങ്ങനെ അല്ല, രാത്രി ഞാൻ നാസി സ്പെഷ്യൽ അൽഫാം കഴിച്ചു. നല്ലായിരുന്നു, മഷാല്ല. നല്ല അൽഫാമായിരുന്നു കേട്ടോ. നല്ല എരിയൊക്കെ ഉള്ള. എനിക്ക് അങ്ങനത്തെ അൽഫാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിച്ചു. അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ലായിരുന്നു ചൂടോടെ നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കല്ലമ്പലം വർക്കല ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വർക്കല റോഡ് കേട്ടോ. ഇവിടെ നമ്മുടെ വടശ്ശേരിക്കുളം ഫിൽഫിൽ കഫേ റെസ്റ്റോറൻറ്റിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ, ഷവായി, അൽഫാം കഴിക്കാട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറിയിട്ട് എൻ്റെ പേര് പറയണം. ഞാൻ ആദ്യമായിട്ട് ബ്ലോഗ് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ബ്ലോഗ് കണ്ടിട്ട് വന്നാണെന്നൊന്ന് പറയണേ. ചുമ്മാ ഒരു രസം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരെങ്കിലും പോയോ? ഡിസ്കൗണ്ട് തരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ടേസ്റ്റിയാണ്. നല്ല ഫുഡാട്ടോ. ഷവർമയും ഷവായി അൽഫാം ഭയങ്കര നല്ലതായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഏരിയയിലുള്ള ആൾക്കാർ വർക്കല കല്ലമ്പലം ആ ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ മാത്രമാണ് ഇതുവരെ എത്താത്തതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എത്തി. 11 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്. നമ്മളുടെ ഇവിടെ നിന്ന് ഇങ്ങനെ അനങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ല. ചെല്ലുമ്പോൾ മിക്കവാറും ഫംഗ്ഷൻ തീർന്ന് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ഹൽദി, മെഹന്തി, സംഗീത്, പിന്നെ ഇന്നലെ മാമയുടെ വീട്ടിൽ റിസപ്ഷൻ, ഇന്ന് കല്യാണം, ഇന്ന് വൈകിട്ട് ഒരു റിസപ്ഷനും കൂടിയുണ്ട്. അപ്പോഴേക്കും കല്യാണം വേണ്ട, കല്യാണം എൻഡ് ചെയ്യുന്ന ഭയങ്കര വെയിലാട്ടോ. രക്ഷയില്ലാത്ത വെയിലാണ്. ഫോൺ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഇന്ന് ഞാൻ ഇത് മാറ്റിയതേ ഉള്ളൂ. ഫോണിൻ്റെ കവറ് മറ്റേ വൈറ്റ് എടുത്തിട്ട് ഫോണിൻ്റെ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് കാണാൻ വീണ പടപടെ പൊട്ടും. മറ്റേ ഷോ ഒന്നും അല്ല, എനിക്ക് അങ്ങനെ കാണാനുള്ള ആഗ്രഹം. ഇത്ര ദിവസമില്ലാത്ത ആഗ്രഹം ഇന്ന് കല്യാണം. അല്ലല്ല, ഇന്ന് രാവിലെ വാപ്പ ഇതിന്റെ നമ്മളെ സിം ഇതാക്കുന്ന സാധനമില്ലേ, ഒരു കളർ വരുന്ന സിമ്മിന്റെ ആ സാധനം ചോദിച്ചു. അപ്പൊ അത് എന്റെ ഫോണിന്റെ ഇതിന്റെ അകത്താണ് ഉണ്ടായിരുന്നത്. വാങ്ങിച്ച ആ ഒരു കവറിന്റെ അകത്താണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എടുത്തപ്പോഴത്തേക്കും നോക്കിയപ്പോ ഈ കവർ അതിൻ്റെ അകത്തിരിക്കുന്നു. അങ്ങനെ എടുത്താണ്, അല്ലാതെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ല കേട്ടോ, പ്ലാനിങ് രാവിലെ ഉറക്കം എഴുന്നേക്കുന്നതിന് മുന്നെയാണ് സാധനം ചോദിച്ചത്. പിന്നെ ഞാൻ എടുത്തോട്ട് ഇറക്കോട്ടോ. ഭയങ്കര ചൂട്. ഇതിൻ്റെ അകത്ത് AC ഇട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാം ഒമിറ്റ് ചെയ്യും. AC ഇട്ട് കഴിഞ്ഞാൽ അപ്പം ശബ്ദം തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് AC അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഗ്ലാസ് തുറന്നിട്ടേക്കാണ്. ഇരുന്നിങ്ങനെ ഉജുന്ന് അതിൻ്റെ കൂടെ ഷൈബാടയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഷൈബാഡ്, അതായത് അപ്പുവിൻ്റെ കല്യാണത്തിന് നമ്മൾ വൈകിട്ട് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ്. അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ. ഹെവി വർക്കും കാര്യങ്ങളും സ്റ്റോൺ വർക്കൊക്കെയാണ്. അപ്പം അത് ഇന്നിടാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു എന്തിടും, ഡ്രസ്സ് എടുക്കാം, സാരി എടുക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. സാരി അങ്ങനെ കൊടുത്തെങ്കിൽ ഞാൻ ഉരുവി മരിച്ചേനെ. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല ഒന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ എടുത്തു. ഇപ്പം ഞാൻ കൂടുതൽ കല്യാണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോകുന്നത് ഷൈബാടെ പൊന്നൂൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുക, സമയത്ത് ഇട്ടുകൊണ്ട് പോകുക. അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയും തോന്നുന്നത്. കാരണം എന്താ വെച്ചാലേ എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ കാണും. എൻ്റെ കസിൻസിൻ്റെ തന്നെ ഈ കല്യാണത്തിനുള്ള ഡ്രസ്സുകൾ കാണും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ അന്നമ്മേൻ്റെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഇന്ന് അന്നമ്മേൻ്റെ ഡ്രസ്സ് എനിക്ക്
തുണിയൊക്കെ എടുത്ത് വെച്ചതാ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അയ്യോ ഈ വള ഉണ്ടോ, നമ്മൾ മെനിഞ്ഞാന്ന് ഹൽദി അല്ലല്ലോ മെഹന്തിക്ക് പോയപ്പം അവിടെ ഇങ്ങനെ കുപ്പിവളയും മുല്ലപ്പൂവും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്ത കളറാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പക്ഷേ ഞാൻ ഫേക്കുന്ന എനിക്ക് എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്നതുകൊണ്ട് എടുത്തിട്ടതാ. ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ, എനിക്ക് സങ്കടമായി. ഇഷ്ടംപോലെ കളർ വളരും. ഞാൻ ലാസ്റ്റ് അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന്. ചെന്നപ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ കുറച്ച് വളകളുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാ ഗൈസ്. എങ്ങനെയുണ്ട്, രസമില്ലേ? ഞാൻ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ മുല്ലപ്പൂ വെക്കണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് മാമിക്ക് കൊടുത്തു. പിന്നെ മെഹന്തി ഇട്ട് വരുമായിരുന്നു അവിടെ, അത് ഞാൻ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ മടിയാണ് മെഹന്തിയൊക്കെ ഇട്ടിരിക്കാനുള്ള ഒരു ക്ഷമ എനിക്കിപ്പോൾ ഇല്ല, അതാണ് സത്യം. അപ്പോൾ ഇനി പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാനൊന്ന് ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ. എനിക്കൊന്ന് അവിടുത്തെ ഫസ്റ്റ് കല്യാണം എങ്ങാനും ആണെന്ന് തോന്നുന്നത്, പുതിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ അവിടെ എത്തിയവരൊക്കെ ഇട്ടേക്കുന്ന ഭയങ്കര അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്ത് വയ്ക്കാം, ഓരോർമ്മപ്പെടുത്താൻ അങ്ങനെ വിചാരിച്ചിരിക്കണം. ഇക്ക അപ്പുറത്ത് പോയേക്കാണ്, വരുന്നുണ്ട്. എനിക്ക് ഗ്ലാസ്സിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരനെ. ഇപ്പം എത്തും ഇൻഷാ അല്ലാഹ്. നമ്മൾ കൊല്ലം വരെ പോകണം. കുട്ടിയും പോലും ഇതുവരെ എത്തിയിട്ടില്ല. എപ്പോൾ എത്തുമെന്ന് നോ ഐഡിയ. നോക്കാം. അപ്പോൾ നമുക്ക് എത്തിയിട്ട് കാണാം. അപ്പോഴേക്കും നമ്മൾ ഹോളിലെത്തി. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും, ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അവർ എല്ലാ ഫംഗ്ഷൻസിനും നല്ല റിയൽ ഫ്ലവേഴ്സ് കൊണ്ടിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെയും അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. ബൊഫേ സെറ്റപ്പായിരുന്നു, ഇല്ലാത്ത ഫുഡുകളില്ലായിരുന്നു കേട്ടോ. അമ്മാതിരി ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു, റെഡിയായി. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം സമയം അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേ ഇവിടെ നിക്കാഹൊക്കെ നേരത്തെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ, നല്ലൊരു അടിപൊളി എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് ഇതൊക്കെ ആയിരുന്നു. എന്തൊക്കെയാണ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ സംഭവം. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെ. നമുക്ക് കല്യാണത്തിന് വന്ന പോലെ അല്ല കേട്ടോ, വേറെ എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ ഹാളായിരുന്നേ. ഓക്കെ, അപ്പം അത്രയും ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, കാരണം നമ്മൾ വന്നപ്പോഴേക്കും മിക്കുള്ളവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ ഫാമിലിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഫൈനൽ ഒരു പായസവും കുടിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്.